നമസ്കാരം, ഞാൻ മിഥില. എ സ്ലൈസ് ഓഫ് ഹെവൻ ബൈ മിത്താരയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലേക്കാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. ഡച്ച് കേരള വാസ്തുവിദ്യകൾ സമന്വയിപ്പിക്കുന്ന അപൂർവ പുരാവസ്തു മ്യൂസിയം ഉൾക്കൊള്ളുന്ന കൊട്ടാരമാണിത്. നിഗൂഢമായ തുരങ്കങ്ങളും പവിത്രമായ സർപ്പക്കാവും പൈതൃക ഔഷധ ഉദ്യാനവും ചിറകുളവും ഭരണാധികാരികളുടെ അന്ത്യവിശ്രമവും ഇവിടെ കാണാം. പ്രധാന കവാടത്തിൽ നിന്ന് നേരെ വന്നാൽ ഇടതുവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്ന ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പാലസിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് അനുവാദമില്ല. തിങ്കളൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് സന്ദർശന സമയം. പാലസിൻ്റെ പുറത്ത് അതിവിശാലമായിട്ടുള്ള ഇടാണ്. അകത്തെ കാഴ്ചകൾ കാണും മുമ്പേ കുറച്ച് ചരിത്രം പറയാം. തൃശ്ശൂരിൻ്റെ ശില്പി എന്ന് വിളിക്കുന്ന രാമവർമ്മ രാജാവ് 1795 കേരള ഡച്ച് ശൈലിയിലാണ് ഈ കൊട്ടാരം പുനർനിർമ്മിച്ചത്. അതിനു മുമ്പ് ഈ കൊട്ടാരം വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്നു. പരമ്പരാഗത കേരള ശൈലിയിലുള്ള 4 കെട്ടും ഉയർന്ന മേൽക്കൂരകളും കട്ടിയുള്ള ചുവരുകളും അതിവിശാലമായ മുറികളും വളരെ മിനുസപ്പെടുത്തിയ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച നിലകൾ എന്നിവയെല്ലാമാണ് ഈ കൊട്ടാരത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകൾ. AD 1790-നും 1805-നുമിടയിൽ കൊച്ചി ഭരിച്ചിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ അധികാര കേന്ദ്രമായിരുന്നു ഇത്. സുവർണ കാലഘട്ടമായി അദ്ദേഹത്തിൻ്റെ ഭരണകാലം കണക്കാക്കപ്പെട്ടു. 2005 ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിൽ മ്യൂസിയമാക്കി മാറ്റി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ സുഖകരമായ താമസ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ശൈലിയിലാണ് കൊട്ടാരം പണിതീർത്തിരിക്കുന്നത്. കൊട്ടാരത്തിന് മുകളിലെ രാജമുദ്രയിൽ ഇരുവശത്തും ആനകളെയും പല്ലക്കും കുടയും ശംഖും വിളക്കുമുള്ള ഔദ്യോഗിക ചിഹ്നം കാണാൻ കഴിയും. കൊട്ടാരത്തിനകത്തെ ആദ്യത്തെ കാഴ്ച രാജരഥമാണ്. 4 കുതിരകൾ വേണമത്രേ ഈ രഥം വഹിക്കാനെന്ന് പറയുന്നു. കൊട്ടാരം ഒരു കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ വകയായിരുന്നു. ഗ്രാനൈറ്റ് പ്രതിമകളുടെ ശില്പ ഗാലറി, വിശാലമായിട്ടുള്ള നടുമുറ്റം, കൊച്ചി രാജവംശത്തിൻ്റെ നാഴികക്കല്ലുകളെ ചിത്രീകരിക്കുന്ന ചരിത്ര ഗാലറിയും അതുപോലെ തന്നെ പഴയകാല അടുക്കളയും അന്ന് ഉപയോഗിച്ചിരുന്ന സാമഗ്രികളും ഇവിടെ കാണാം. വെങ്കലവും ചെമ്പും കൊണ്ട് നിർമ്മിച്ച വീട്ടുപകരണങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ഗാലറിയും ഉണ്ട്. മഹാശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇക്കാണുന്നത് രാജഭണ്ഡാരപ്പെട്ടിയാണ്. ഒപ്പം കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള അനേകം വിഗ്രഹങ്ങൾ കാണാം. പുരാതന നാണയങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും ഗ്രന്ഥപ്പെട്ടിയും കാണാം. കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് മറ്റൊരു ആകർഷണം. ഒപ്പം ശക്തൻ തമ്പുരാൻ്റെ കട്ടിലും കാണാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങളും രാജകീയമായിട്ടുള്ള ഇരിപ്പിടങ്ങളും വാളും പരിചകളും ഒരു വശത്ത് കാണാൻ സാധിക്കും. ഇനിയും ഒരുപാട് വസ്തുതകൾ മ്യൂസിയത്തിൽ കാണാനായിട്ടുണ്ട്. കൊട്ടാരത്തിനകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. പുറത്ത് കിടക്കുന്നത് ഇക്കാണുന്ന മനോഹരമായ ഉദ്യാനത്തിലേക്കാണ്. കൊട്ടാരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി ഇവിടെ മതിൽക്കെട്ടിൻ്റെ അറ്റത്തായി കുടക്കല്ല് അഥവാ തൊപ്പിക്കല്ലുകൾ കാണാം. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഇവ മഹാശിലായുഗത്തിലെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ നിർമ്മിച്ചവയാണ്. കുഴികളിലെ നന്നങ്ങാടിയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത് ചുറ്റും കല്ലുകൾ നിരത്തി മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലുകൾ നാട്ടുന്നു. ഇക്കാണുന്നത് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങളോ മറ്റോ ആണെന്ന് സംശയം പറയുന്നവരുണ്ട്. പല രഹസ്യ അറകളും ഇവിടെ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിനോട് ചേർന്ന പല ഭാഗങ്ങളിലും പ്രവേശനമില്ല. അതുപോലെ കൊട്ടാരത്തിലെ സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട നാഗത്തറയാണിതെന്നും പറയപ്പെടുന്നു. കൃത്യമായ വ്യക്തതയില്ല. കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടമാണിത്. ഇതിലൂടെ നടക്കാനും അനുമതിയില്ല. മുന്നോട്ട് നടക്കുമ്പോൾ കൊട്ടാരത്തിലെ ഹെറിറ്റേജ് ഗാർഡനിലേക്കുള്ള വഴി ഇടതുവശത്തായി കാണാം. ഒരുപാട് വൃക്ഷങ്ങൾ കൊണ്ടും ഔഷധച്ചെടികൾ കൊണ്ടും സമൃദ്ധമാണ് ഇവിടം.
ഒത്തിരി മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര തണുപ്പും അകത്തേക്ക് പോകും തോറും ഇരുട്ടും ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. ഈ ഉദ്യാനത്തിൽ തന്നെയാണ് ശക്തൻ തമ്പുരാൻ്റെ ശവകുടീരമുള്ളത്. ഇദ്ദേഹത്തെ കൂടാതെ മറ്റ് സാമൂതിരി കുടുംബത്തിലെയും കൊച്ചി രാജകുടുംബത്തിലെയും ഓരോ അംഗങ്ങളെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അടുത്തായി വലിയൊരു കിണറും കാണാനായിട്ട് പറ്റും. നാഗാരാധന ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ ഉദ്യാനത്തിലെ സപ്തർണ വൃക്ഷത്തിനു താഴെയുള്ള സർപ്പക്കാവ് പ്രശസ്തമാണ്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു വലിയ കുളമുണ്ട്. വടക്കേ ചിറ എന്നാണ് അറിയപ്പെടുന്നത്. കഠിന വേനൽക്കാലത്തും വറ്റാത്ത ഈ കുളം തൃശ്ശൂർ ടൗണിൻ്റെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. പഴയ ഒരു കുളപ്പുരയും അടുത്തായിട്ട് കാണാം. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ തകർന്ന് ശോചനീയ അവസ്ഥയിലാണ് ഈ കുളപ്പുരയുള്ളത്. നേരെ വന്നാൽ ഇതുപോലൊരു തുറന്ന കെട്ടിടം കാണാം. ഒരു കാലത്ത് വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്ന ഈ കൊട്ടാരത്തിൽ ടിപ്പു സുൽത്താൻ്റെ സൈന്യവുമായുള്ള സന്ദർശനത്തിൻ്റെ ചരിത്ര അവശിഷ്ടങ്ങളും തെളിവുകളും കൊട്ടാരത്തിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്ത് നാടുനീളെ വഴികൾ വെട്ടി തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിനു മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കി സഞ്ചാരയോഗ്യമാക്കിയതും ശക്തൻ്റെ കാലത്താണ്. രാജ്യത്ത് നിലനിൽക്കുന്ന അക്രമങ്ങൾ അറിയാൻ രാത്രികാലങ്ങളിൽ നാട് ചുറ്റിയിരുന്ന അദ്ദേഹത്തിന് ശക്തമായ ചാരശൃംഖലയും ഉണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. കൊച്ചി രാജ്യചരിത്രത്തിലെ ജന്മിമാരുടെ ആധിപത്യത്തിൻ്റെ അവസാനത്തെയും ആധുനിക യുഗത്തിൻ്റെ ആരംഭത്തെയും ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം കുറിച്ചിടുന്നു. കൊട്ടാരം സന്ദർശിക്കുന്നവർക്ക് മൈസൂരിലെ ഭരണാധികാരികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിൽ സന്ദർശിച്ച ശേഷം ഇവിടെ സ്ഥാപിച്ച കൊടിമരം പ്രവേശന കവാടത്തിനടുത്തായി കാണാം. കൊട്ടാരമുറ്റത്ത് പീരങ്കികളുടെ ഓർമ്മകളും കാണാനായിട്ട് സാധിക്കും. ഇന്ന് ജൂലൈ 1 തൃശ്ശൂരിൻ്റെ ജന്മദിനം കൂടിയാണ്. തൃശ്ശൂരിൻ്റെ ശില്പിയായ ശക്തൻ തമ്പുരാൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെയും ഇനിയും പറഞ്ഞു തീരാത്ത ഒരുപാട് സംശയങ്ങളും വിശേഷങ്ങളും ബാക്കിയാക്കിയാണ് കൊട്ടാരത്തിൽ നിന്നിറങ്ങുന്നത്.